ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു സമയം മുരുകനെ വിളിച്ചാൽ അത്ഭുതകരമായി സമ്പത്ത് വന്നു ചേരുമെന്നുള്ളതാണ്. അത് ഏത് സമയമാണ്, എങ്ങനെയാണ് മുരുകനെ വിളിക്കേണ്ടത്, മാത്രമല്ല ആ സമയത്ത് മുരുകന് ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഒരു രഹസ്യമായ വഴിപാട് പറയുന്നുണ്ട്. അപ്പോൾ മുരുകന് അത്ഭുതകരമായ സമ്പത്ത് നൽകുമെന്നുള്ളതാണ്. ആ ഒരു സമയം മുരുകനെ വിളിച്ചാൽ മാത്രം, നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും മുരുകനെ വാഗൊണ്ടോ മനസ്സിലോ ഒക്കെ വിളിച്ചാൽ തന്നെയും മുരുകനെ ആ വ്യക്തിക്ക് അത്ഭുതകരമായ സമ്പത്ത് നൽകുമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. ചെയ്യുന്ന രീതി പറയും, നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. വീഡിയോ പറയുന്ന പോലെ തന്നെ ആ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും നല്ല വഴിപാടുകളും ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല. അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ഈ ഒരു സമയം മുരുകനെ വിളിച്ചാൽ അത് ഏത് സമയമാണെന്നുള്ളതാണ്. അതായത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. രാവിലെ 6:30-ക്കും 6:45-നും ഇടയിലും വൈകുന്ന പാട് 6:30-ക്കും 6:45-നും ഇടയിലും മുരുകനെ വിളിച്ചാൽ അത് എങ്ങനെ വിളിക്കണം, പിന്നെ ക്ഷേത്രത്തിൽ ആ സമയത്ത് നിങ്ങൾ പോവുകയാണ് ചെയ്യേണ്ട കാര്യം മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ഏറ്റവും മൂലം കേട്ടിട്ടൊന്നും ചെയ്യരുത്. അപ്പോൾ രാവിലെ 6:30-ക്കും 6:45-നും ഇടയ്ക്ക്, രാവിലെ വൈകിട്ട് 6:30-ക്കും 6:45-നും ഇടയ്ക്ക് ഈ സമയത്ത് നമ്മൾ എവിടെ നിന്നാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ജോലിക്കടയിലോ ഒന്നും ചെയ്യണ്ട, ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ ഈ ഒരു സമയം 6:30-ക്കും 6:45-നും ഇടയിൽ രാവിലെയും വൈകിട്ടും ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ മുരുകനെ വിളിക്കുക. ആദ്യം വാഗൊണ്ട് ഒരു തവണ നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ മുരുക 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 എന്ന് 1 തവണയോ 3 തവണയോ ഉച്ചരിക്കുക. അതിനുശേഷം ഹൃദയത്തിൽ മുരുകനെ സങ്കല്പിച്ച് മനസ്സുകൊണ്ട് മുരുക 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 എന്ന് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കരുത്. അല്പം ഗ്യാപ്പ് ഇട്ട് വേണം വിളിക്കാൻ. മുരുക, ഒരു ചെറിയ അല്പം സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് മുരുക, ഇങ്ങനെ ചെറിയൊരു ഇടവേള ഇട്ട് വിളിക്കണം മനസ്സുകൊണ്ട്. മുരുക, ആ കണ്ണൊക്കെ തുറന്ന് പിടിക്കുക. മുരുക, ചെറിയ അല്പ സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും മുരുക, പിന്നെ അല്പ സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും മുരുക. മുരുക എന്നുള്ളതിൻ്റെ ആ കാ ദീർഘിപ്പിക്കണം, കാ നീട്ടി ജപിക്കണം. മുരുക. അപ്പോൾ ഇങ്ങനെ മുരുക മുരുക തുടർച്ചയായിട്ട് ഈ വിദ്യ ചെയ്യുമ്പോൾ തുടർച്ചയായിട്ടല്ല വിളിക്കേണ്ടത്. നിങ്ങൾ മുരുക എന്ന് വിളിച്ചിട്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും മുരുക, പിന്നെ സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും മുരുക. അങ്ങനെ ഒരു ചെറിയ ഇടവേള ഇട്ട് മനസ്സിൽ മുരുകനെ വിളിക്കുക. ഈ 6:30-ക്കും 6:45-നും ഇടയ്ക്കും. ഇത് എവിടെ നിന്നുകൊണ്ടും വിളിക്കാം. എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ വിളിക്കുക. ജോലിക്കടയിലോ വണ്ടി ഓടിക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നും പാടില്ല. എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മുരുകനെ ഇങ്ങനെ വിളിക്കാം. സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ മുരുകൻ നിങ്ങളുടെ കൂടെ ഓടി വരും, നിങ്ങൾക്ക് എല്ലാ ആഗ്രഹവും സാധിച്ചു തരും. ഈ ഒരു സമയം മുരുകനെ ഇങ്ങനെ വിളിച്ചാൽ ഇതിൻ്റെ ഒരു രഹസ്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുരുക മുരുക എന്ന് ദീർഘിപ്പിക്കുമ്പോൾ ആ പ്രാണൻ്റെ ഊർജം നമ്മളുടെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് ഊർധ്വഗതിയിൽ ഒഴുകുമെന്നുള്ള മുരുക എന്ന് നീട്ടി വിളിക്കുമ്പോൾ. പിന്നെ മുരുക എന്ന് നമ്മൾ ഒരു തവണ പറഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് വീണ്ടും ഒരു അല്പ സെക്കൻഡ് കഴിഞ്ഞ് മുരുക എന്നിങ്ങനെ വിളിക്കും. മനസ്സുകൊണ്ടാണ് ചെയ്യേണ്ടത്. ആദ്യം വാഗൊണ്ട് ജപിച്ചിട്ട് പിന്നെ മനസ്സിൽ ചെയ്യണം. മുരുക മുരുക ഇങ്ങനെ ചെറിയ ഇടവേളയിട്ട് വിളിക്കുമ്പോൾ ഈ 2 ഇടവേളകൾക്കുള്ളിലുള്ള സമയം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ചിന്ത പോകുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ ബോധം മുരുകൻ എന്ന് പറഞ്ഞ ഊർജ്ജവുമായി കണക്റ്റ് ആകുമെന്നുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് മാറ്റങ്ങൾ വരും, മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ആ വിളി മുരുകനിൽ എത്തുമെന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുകയാണെങ്കിൽ, അതിപ്പോൾ രാവിലെ ആയിക്കോട്ടെ വൈകിട്ടായിക്കോട്ടെ, 6:30-ക്കും 6:45-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പം ക്ഷേത്രത്തിലാണെങ്കിൽ ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പ് ചെയ്താൽ മതി. 6:30-ക്ക് ദീപാരാധന കാണുമല്ലോ. അപ്പോൾ 6:30-ക്ക് ക്ഷേത്രത്തിലാണെങ്കിൽ 6:30-ക്ക് തൊട്ട് മുമ്പായിട്ട്, ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ചെയ്യുക. വൈകിട്ടാണെങ്കിൽ, രാവിലെ ആണെങ്കിൽ 6:30-ക്കോ 6:45-നും ഇടയ്ക്കോ, അല്ലെങ്കിൽ 6:30-ക്ക് തൊട്ട് മുമ്പോ ക്ഷേത്രത്തിൽ ചെയ്യാം.
21 നാരങ്ങ ഒരു തട്ടത്തിൽ വെച്ച് 6 വലത്ത് വെച്ച് മുരുകന് സമർപ്പിക്കുക. 21 നാരങ്ങ ഒരു തട്ടത്തിൽ വെച്ച്, അത് പല ക്ഷേത്രത്തിലും വഴിപാടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ 21 നാരങ്ങ ഒരു കവറിനകത്ത് മേടിച്ചുകൊണ്ട് പോയി ഒരു തട്ടം ഇവിടെ കൊണ്ടുപോയി അത് സമർപ്പിക്കുക. ആ തട്ടത്തിലുള്ള മുരുകന് സമർപ്പിക്കുക. അല്ലെങ്കിൽ പ്ലേറ്റോ കാര്യങ്ങളോ ഏതെങ്കിലും അവിടെ കിട്ടുമെങ്കിൽ അത് വാങ്ങി സമർപ്പിക്കുക. ചില ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് 21 നാരങ്ങ ഉണ്ട്, പ്ലേറ്റിൽ കിട്ടും. ഇപ്പം പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ 21 നാരങ്ങ ഒരു പ്ലേറ്റിൽ വെച്ച് 6 വലത്ത് വെച്ച് മുരുക 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 എന്ന് ഇങ്ങനെ ആദ്യം ഒരു തവണ വാഗോണ്ട് ജപിക്കണം, പിന്നെ മനസ്സിൽ ജപിക്കണം, കണ്ണ് തുറന്നുകൊണ്ട് തന്നെ മുരുക മുരുക, ചെറിയൊരു ഇടവേള ഇട്ടു. അങ്ങനെ 6 വലത്ത് വെച്ച് മുരുകനെ നടക്കി വെച്ച് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ആഗ്രഹവും മുരുകൻ സാധിച്ചു വരുമെന്ന് മാത്രമല്ല, അത്ഭുതകരമായി വലിയ സമ്പത്തും കൈവരുമെന്നുള്ളതാണ്, വന്നു ചേരുമെന്നുള്ളതാണ് മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമ്പത്തില്ല, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് വലിയ സാമ്പത്തികം, പിന്നെ ഇപ്പം ജോലിയിൽ ഉയർച്ചയില്ലാത്തവർക്ക് ജോലി, ഉയർന്ന ജോലി, പ്രമോഷൻ, അതുപോലെ ഭൂമി ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി, വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട്, അതുപോലെ കേസ് കാര്യങ്ങളിലൊക്കെ വിജയങ്ങൾ ഉണ്ടാകാൻ, ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയമുണ്ടാകാൻ, പിന്നെ ഈ വണ്ടി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നല്ല നേട്ടം ഉണ്ടാകാൻ, ഏത് ബിസിനസ്സും ചെയ്യുന്നവർക്ക് അതിൽ ഉയർച്ച ഉണ്ടാകാൻ, സാധാരണ ജോലി ചെയ്യുന്നവർക്കും പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകാൻ, ജീവിതത്തിലേക്ക് വലിയ സമ്പത്ത് വരാൻ, ജോലിയിൽ പുരോഗതി ഉണ്ടാകാൻ, സ്വന്തമായി തൊഴിൽ ചെയ്യാൻ മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഒരു വ്യക്തി രക്ഷപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? ആ വ്യക്തി ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ നിൽക്കുന്നു, നമുക്ക് ഒരിക്കലും ഈ ഒരു വലിയൊരു മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ഒരു ചെറിയ മരം ആ വലിയ മരത്തേക്കാൾ വലുതാകത്തില്ല. ആ വലിയ മരത്തിൻ്റെ കീഴേന്ന് ആ ഒരു ചെറിയ മരത്തിൻ്റെ തൈ മാറ്റി പറിച്ചു നടുമ്പോൾ ഈ വലിയ മരത്തെക്കാട്ടിലും ഈ പറിച്ചു നട്ട ചെറിയ മരം വലുതാകും. എന്ന് വെച്ചാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലൊക്കെ നിൽക്കുമ്പോൾ, നമ്മൾ വേറൊരാളുടെ കീഴിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ഒരു പരിധി കൂടുതൽ ഒരിക്കലും നമ്മൾ വളരത്തില്ല, അത് എത്ര ശമ്പളം ഉണ്ടേ പോലും. അതേസമയം നമ്മളൊരു സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അതിന് പരിമിതിയില്ല. അപ്പോഴാണ് നമ്മളുടെ കയ്യിൽ പണവും നമുക്ക് സ്വാതന്ത്ര്യവും കിട്ടുന്നത്. അങ്ങനെ പണവും സ്വാതന്ത്ര്യവും കിട്ടണമെങ്കിൽ സ്വന്തം നിലയിൽ ഏതെങ്കിലും തൊഴിലുകൾ ചെയ്യണം. അപ്പോൾ ഇനിയിപ്പം ചിലർ ഇപ്പോൾ സ്വന്തം എവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സൈഡായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴേ ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കത്തുള്ളൂ. അപ്പം മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സ്വന്തം നിലയിൽ സാമ്പത്തികം ഉണ്ടാകാനുള്ള അവസരങ്ങൾ വരും. എനിക്ക് നിരവധി ആളുകളെ അറിയാം. പല പല കടകളിൽ നിന്നും മുരുകനെ ഞായറാഴ്ച പോയി ഭഗവാന് വഴിപാട് ചെയ്ത് കുമാരസൂക്താർച്ചന ഭഗവാന് 6 വലത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഓം ശരവണ ഭവ അല്ലെ മുരുക മുരുക എങ്ങനെ വേണമെങ്കിലും ജപിച്ച് 6 വലത്ത് വെച്ച് ഭഗവാനെ ജീവിതമാർഗം നൽകണേ എന്ന് പറഞ്ഞ് നടക്കി സമർപ്പിച്ച് സ്വന്തമായിട്ട് പിന്നെ ബിസിനസ് തുടങ്ങി വിജയിച്ച് സമ്പത്തുണ്ടായ ആളുകളൊക്കെ ഉണ്ട്. അപ്പം സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടായി നടക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ദിവസം പണം വരണം. ദിവസം പണം വരണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന ഒരു ചെറിയ കച്ചവടം ആയിക്കോട്ടെ, ദിവസം പണം കയ്യിൽ വരുന്നവൻ്റെ കയ്യിലാണ് സമ്പന്നനാകുന്നത്. മാസത്തിൽ പണം വന്നു അതിനെല്ലാം ചിലവുകളാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം, അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരാണ്. അവരെ എപ്പോഴും പണമുണ്ട്. മാത്രമല്ല അന്നത്തെ രൂപയുടെ മൂല്യം അവർക്ക് കിട്ടുന്നുമുണ്ട്. അതായത് ഏതൊരു വിലവർദ്ധനവിനനുസരിച്ച് അവർക്കും ദിവസം അവർ ചെയ്യുന്ന തൊഴിലും ആ വർധനവ് വരുന്നുണ്ട്. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ സാധനത്തിനും ആ വർധനവ് വരും. അതുകൊണ്ട് വിലവർദ്ധനവോ ഒന്നും അവരെ ബാധിക്കത്തില്ല. ആ മൂല്യം അവർക്ക് കിട്ടുന്നുണ്ട് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരെ. എന്നുവെച്ചാൽ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ സൈഡായിട്ടെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ ശ്രമിച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പുരോഗമനം വളരെ സാമ്പത്തികത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അത് ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ചെറിയൊരു നാരങ്ങ കച്ചവടം കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ അവൻ വേറൊരാളുടെ കീഴിൽ ജോലിക്ക് പോകത്തില്ല മിക്കവാറും. എന്നാണെന്നറിയോ? നമ്മൾ നോക്കുമ്പോൾ ചെറിയ നാരങ്ങ കച്ചവടമായിട്ടിരിക്കുക, പക്ഷെ അവന് നല്ല വരുമാനം ദിവസം കാണും. അല്ലെങ്കിൽ ഒരു ചെറിയ തട്ടുകട കൊണ്ടിരിക്കുന്ന ഒരാൾ നല്ല വരുമാനം കാണും, ദിവസമാണ് കിട്ടുന്ന പൈസ. അപ്പം അവനത് മാസമായി കഴിയുമ്പോൾ നല്ലൊരു തുകയാണ്. അതുകൊണ്ട് തന്നെ വേറൊരാളെ കീഴിൽ ജോലിക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ അവന് സ്വാതന്ത്ര്യമുണ്ട്. അവന് ഇഷ്ടമുള്ളപ്പം അവന് വേണേൽ ഒരു കല്യാണത്തിന് പോവാം, അല്ലെങ്കിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് പോവാം,
സ്വാതന്ത്ര്യമുണ്ട്, പണമുണ്ട് അവൻ്റെ കയ്യിൽ. അതാണ് സ്വന്തം തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ. അവരാണ് ജീവിതം ആസ്വദിക്കുന്നത്. എന്ന് വെച്ച് മറ്റു തരത്തിൽ ജോലി ചെയ്യുന്ന മോശമാണെന്നല്ല പറഞ്ഞ്, നമ്മൾ മറ്റു തരത്തിലുള്ള ഒരു സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്കൊരു വളർച്ച ഉണ്ടാകണമെങ്കിൽ, നമ്മൾ സാമ്പത്തികത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ സ്വന്തം നിലയിൽ തൊഴിൽ ചെയ്യണം. അപ്പോഴാണ് അത് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പം അത് മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കുമെന്നുള്ളതാണ്. സ്വന്തം നിലയിൽ ഒരു നല്ല തൊഴിലിലേക്ക്, അങ്ങനെ ഒരുപാട് രക്ഷപ്പെട്ട ആളുകളുണ്ട് കേട്ടോ മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട്. ഞായറാഴ്ച മുരുകനെ പോയി തൊഴണം, സ്വന്തം നിലയിൽ തൊഴിൽ ചെയ്യാൻ പറ്റും. കുമാരസൂക്താർച്ചന ചെയ്യണം. ഈ കുമാരസൂക്താർച്ചന ഇല്ലാത്തടത്ത് ആ ക്ഷേത്രത്തിലുള്ള ഏത് മുരുകന് ഇഷ്ടമുള്ള ഏത് വഴിപാട് വേണമെങ്കിലും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഈ ഞായറാഴ്ച മുരുകനെ തൊഴുത് കഴിഞ്ഞാൽ 6 വലത്ത് വെച്ച് വേണം നിങ്ങൾ വഴിപാട് സമർപ്പിക്കാൻ. കുമാരസൂക്താർച്ചന ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഇല്ല ആ ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മുരുകൻ്റെ ഏതൊക്കെ വഴിപാടുണ്ടെന്ന് അന്വേഷിക്കുക, അതിൽ നിങ്ങൾക്ക് പറ്റുന്ന വഴിപാട് ചെയ്യുക. 6 വലത്ത് വെച്ച് ഒന്നുകിൽ മുരുക 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 എന്ന് മനസ്സുകൊണ്ട് ജപിച്ച്, അല്ലെ ഓം ശരവണ ഭവ, ഇതിലേതെങ്കിലും മനസ്സുകൊണ്ട് ജപിച്ച് 6 വലത്ത് വെച്ച് നടക്കി വെച്ചാൽ സ്വന്തം നിലയിൽ വരുമാനം വർദ്ധിക്കാനുള്ള ഏതെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനി ജോലി ചെയ്യുന്ന ആളെ വലിയ കമ്പനി ജോലി കിട്ടും, വരുമാനത്തിൽ എന്താണെങ്കിലും മാറ്റം വരും. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ സ്വന്തം വരുമാനം ഉണ്ടാകാൻ അനുഗ്രഹിക്കും, ഭഗവാൻ അനുഗ്രഹിക്കും. നിങ്ങളൊരു കടയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്വന്തമായി തൊഴിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരുണ്ട്. ഇനി നിങ്ങളൊരു പ്രൊഫഷണലാണ്, കമ്പനിയിലാണ്, ഉയർന്ന കമ്പനി ജോലി കിട്ടും. നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, പ്രൊമോഷൻ കിട്ടും. ഇങ്ങനെ നിങ്ങൾ ഏത് തലത്തിൽ ജോലി ചെയ്താലും ആ തലത്തിൽ നിന്നൊരു ഉയർച്ച മുരുകൻ നൽകുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ തലത്തിൽ നിന്നൊരു ഉയർച്ച മുരുകൻ നൽകുമെന്നുള്ളതാണ്. അപ്പം മുരുകനെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭഗവാൻ അതുപോലെ തന്നെ ഇപ്പം ഒരാൾ ഗൾഫിൽ പോയി, അയാൾ രക്ഷപ്പെടുന്നില്ല, മുരുകന് പഞ്ചാമൃത അഭിഷേകം ചെയ്താൽ മതി. അയാളുടെ പക്കനാളല്ല, മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച ചെയ്യണം, നല്ല മാറ്റം വരും. അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ട്. അത് നിങ്ങൾ മാസത്തിൽ ഒന്നുകിൽ നിങ്ങളെ പറ്റുന്ന പോലെ 2-3 തവണ ആവർത്തിക്കുക. ഒരു തവണ ആവർത്തിക്കുന്നവർക്ക് ചിലർക്ക് ബലം ഉണ്ടാകാറുണ്ട്, ചിലർക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരും. അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. അച്ചട്ടാണ് മുരുകന്. അതുപോലെ നിങ്ങൾ ഒരു തൊഴിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച മുരുകന് ത്രിമധുരം സമർപ്പിച്ച് 6 വലത്ത് വെച്ച് ഓം ശരവണ ഭവ ജപിക്കുക. 6 വലത്ത് വെച്ച് നടക്കി വെച്ചാൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ, ഇപ്പോൾ ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ സ്ഥിരതയുള്ളൊരു ജോലി അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചെയ്യുക. സ്വന്തമായൊരു ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ ഞായറാഴ്ച മുരുകൻ കുമാരസൂക്താർച്ചന ചെയ്യുക, ഞായറാഴ്ച മുരുകക്ഷേത്ര ദർശനം നടത്തുക. ഓരോന്നും ഓരോ രീതിയാണ്. മുരുകൻ്റെ അനുഗ്രഹം അതുപോലെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഇനി 21 നാരങ്ങ ചൊവ്വാഴ്ച ഇതുപോലെ 6 വലത്ത് വെച്ച് നടക്കി വെക്കുക ഭഗവാന്. പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ആ വ്യക്തിക്ക് വലിയ സാമ്പത്തികവും ഐശ്വര്യവും അത്ഭുതകരമായ സമ്പത്ത് നൽകുമെന്നുള്ളതാണ്. അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അത് മുരുക മുരുക എന്ന മന്ത്രം ജപിച്ചോ, അല്ലെങ്കിൽ ഓം ശരവണ ഭവ ജപിച്ചോ 6 വലത്ത് വെച്ച് ചൊവ്വാഴ്ച രാവിലെ ഭഗവാനെ സമർപ്പിക്കുക. ഇതൊക്കെ ജീവിതത്തിൽ വലിയ സമ്പത്ത് നൽകുന്ന കാര്യങ്ങളാണ്, മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുരുകൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരഹരോ ഹരഹര മുരുക.